അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ഇന്നലെ അറഫാ ദിനമായിരുന്നല്ലോ. അൽ ഹജ്ജു അറഫ, ഹജ്ജ് അറഫയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ആ അറഫായിലെ ഖുതുബ നിർവഹിച്ചത്, ആ അറഫായിലെ ജനലക്ഷങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ചത് കുരുമൂത്ത വഹാബി പണ്ഡിതനായിരുന്നു എന്ന് നിങ്ങളെ ഉണർത്തുകയാണ് ഞാനിപ്പോൾ. നമ്മളെ നാട്ടിലൊക്കെ മുജാഹിദിനെ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ എന്നുള്ള സംശയമല്ലേ നമ്മുടെ വലിയൊരു വിഭാഗം ആളുകൾക്ക്. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, മുജാഹിദ് പള്ളിയിൽ പോയാൽ നമസ്കാരം ശരിയാവൂല എന്നൊക്കെ ഉള്ള ചിന്തയാണ് പലർക്കും. നല്ലത് സുന്നി പള്ളി പോലാണെന്നൊക്കെയാണല്ലോ. നിങ്ങൾ ഇതൊന്ന് കാണൂ. ലക്ഷക്കണക്കായ ആളുകൾക്ക് അറഫയാണല്ലോ ഹജ്ജിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഘടകം. ആ അറഫയിൽ ഖുതുബ നിർവഹിക്കുന്നത്, ആ അറഫയിലെ ജനലക്ഷങ്ങൾക്ക് ഇമാം നിൽക്കുന്നത് കുരുമൂത്ത വഹാബി പണ്ഡിതനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. മാത്രമല്ല, മദീന മുനവറയിലെ ഇമാമായ ഷെയ്ഖ് ഹുദൈഫിയാണ്. എന്താ ഈ ഖുതുബി പറയുന്നത്? ശിർക്കിനെതിരെ, അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്നതിനെതിരെയുള്ള ആശയമാണ് അദ്ദേഹത്തിന്റെ ആ ഖുതുബയിൽ ഉടനീളമുള്ളത്. തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞ് ഈ മനുഷ്യന്റെ അടുത്ത് ചെന്ന അപ്പൊ തന്നെ അദ്ദേഹം പറയും, നീ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്, ശിർക്കാണ്, മേൽ ചെയ്യരുത് എന്ന് പറയും. അങ്ങനെയുള്ള പണ്ഡിതന് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ EK സമസ്ത, AP സമസ്ത, സംസ്ഥാനക്കാര്, ദക്ഷിണക്കാര്, നൂരിഷ ത്വരീഖത്തുകാര്, ശംസിയ ത്വരീഖത്തുകാര്, തബ്ലീഗുകാര്, ജമാഅത്തുകാര്, മുജാഹിദീങ്ങളെ വ്യത്യസ്ത ഗ്രൂപ്പുകള്, സമസ്തയിലെ വ്യത്യസ്ത ഗ്രൂപ്പുകാര് എല്ലാവരും പോയി തുടർന്ന് റാഹത്തായിട്ട് ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിന്റെ അതുപോലെ ഹൃദയം ശുദ്ധിയാകുന്ന പറഞ്ഞത്. ആ ഹൃദയം ശുദ്ധിയാക്കാൻ ആ അറഫയിൽ ഇമാമ് നിന്ന് കൊടുക്കുന്നത് കുരുമൂത്ത വഹാബി. അതിന്റെ പിന്നിലാ പോയി നിൽക്കുന്നത്. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് പറയാ വഹാബിയാണ്, അവരെ തുടരാൻ പറ്റൂല, അവരെ പള്ളിയിൽ കയറാൻ പറ്റൂല. നാണോ മാനോ എന്ന് പറഞ്ഞ സാധനം ഒരല്പെങ്കിലും ഈ സമസ്തന്റെ ഒക്കെ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ സങ്കടമില്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എത്ര ഹാജിമാരാണ് അവിടെ പോയി നിൽക്കുന്നത്? ലക്ഷങ്ങൾ. നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ഹാജിമാര്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവിടെ പോയി തൊടുത്ത് നിസ്കരിക്കുക. നാട്ടിൽ വരുമ്പോ മുജാഹിദ് എന്ന് പറയുമ്പോ അങ്ങോട്ട് ഛർദ്ദിക്കാൻ വരിക. അപ്പൊ ഈ മുജാഹിദും സുന്നി എന്നുള്ളത് പിന്നെ എന്താ പറയാ, കടലിന്റെ അക്കരയും ഇക്കരയും രണ്ടും രണ്ടാ. കടലിന്റെ അക്കരെ കടന്ന മുജാഹിദ് ഹലാലായി, ഇക്കരെ കടന്ന മുജാഹിദ് ഹറാമായി. അല്ലെ? വല്ലാത്തൊരു കഷ്ടാണ്. ഇപ്പൊ ഈ പോയ ഹാജിമാരൊക്കെ എന്താണ്, ഒരു മുസ്ലിയാരെ പ്രസംഗം ഞാൻ ഒരിക്കൽ കേട്ടു. ഞങ്ങളുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പിൽ വരെ ചില മൂല്യന്മാര് കൊടുത്തിട്ടു. എന്താ മൂല്യാരെ പ്രസംഗം എന്നറിയോ? മുജാഹിദ് കാഫിറാണ്, കാഫിറാണ് മുജാഹിദ് എന്ന് പറഞ്ഞിട്ട്. ഇല്ലേ? ആ കാഫിറാണ് ഹറമിൽ ഇമാം വെക്കണത്. ആ കാഫിറാണ് മസ്ജിദ് നെമിറയിൽ ഇമാം വെക്കണത്, അറഫയില്. ആ കാഫിറാണ് മീനയിലെ മസ്ജിദുൽ ഖൈഫിൽ ഇമാം വെക്കണത്. ആ കാഫിറാണ് മുസ്ദലിഫയിലെ മശ്റുൽ ഹറാം പള്ളിയിൽ ഇമാം വെക്കണത്. മനസ്സിലായില്ലേ? ആ കാഫിറാണ് മദീനത്തെ മസ്ജിദ് നബവിയിൽ ഇമാം വെക്കണത്, മദീനത്തെ മസ്ജിദ് ഖുബായിൽ ഇമാം വെക്കണത്, മദീനത്തെ മസ്ജിദ് ഖിബ്ലത്തൈനിൽ ഇമാം വെക്കണത്, മദീനത്തെ മസ്ജിദ് ഉഹദിലെ മസ്ജിദിൽ ഇമാം വെക്കണത്, അതുപോലെ ഖന്തക്കിലെ മസ്ജിദിൽ ഇമാം വെക്കണത്. ഈ ഇമാമികളൊക്കെ പോയി തുടർന്ന് നമസ്കരിച്ച് ഹൃദയം ശുദ്ധിയാക്കിയിട്ട് വരിക. ആരെ തുടർന്ന് നമസ്കരിച്ച്? കുരുമൂത്ത വഹാബിനെ. എന്നിട്ട് ഇവിടെ കേരളത്തിൽ വന്നാൽ പറയാം മുജാഹിദിനെ തുടരാൻ പാടില്ല, മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല. നാണവും മാനവും എന്ന് പറഞ്ഞ സാധനം പറ്റിന്റെ കൈ